സമസ്തയിലെ സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാടിനെതിരെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ രൂക്ഷ വിമർശനം. സമവായ ചർച്ച വൈകിട്ട് നടക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും വിട്ടുനിൽക്കുന്നത് ധിക്കാരമെന്നും തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളുമായി പാണക്കാട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച ഞാൻ മേയർ സാഹിബ്, തങ്ങൾ, MT ഉസ്താദ് കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും. സംഘടന ഒരു യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ്. അതില്ല എന്നുണ്ടാകുമ്പോൾ അതൊരു നേതൃത്വമുള്ള ധിക്കാരമായിട്ടായിരിക്കും കാണുക. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാട് എത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയെക്കുറിച്ച് അറിയിച്ചില്ലെന്നും നേതൃത്വം തീരുമാനിക്കട്ടെ എന്നുമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാട്. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ഒരു സമവായ ചർച്ചയായിരുന്നു. അതിൽ പക്ഷേ ഇപ്പോൾ പങ്കെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു സമവായ ചർച്ച നടത്തേണ്ട അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങിയത്? 3 മണിക്കായിരുന്നല്ലോ ചർച്ച പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? ശ്രുതി, അല്പസമയത്തിനകം നമ്മുടെ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഈ യോഗം നടക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറം വുഡ്ബൈൻ ഹോട്ടലിൽ വെച്ചുകൊണ്ടാണ് യോഗം. കൃത്യം 3 മണിക്ക് തന്നെയാണ് യോഗം ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോത്തങ്ങൾ, സംസ്ഥ മുഷാവർ അംഗം സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള MT അബ്ദുൽ മുസ്ലിയാരും ഇവിടേക്ക് എത്തും. അല്പസമയത്തിനും തന്നെ ചർച്ച ആരംഭിക്കുകയും ചെയ്യും. ഇതിൽ ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ കൂടി അല്പസമയത്തിനകം ഈ യോഗത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മറുഭാഗം അഥവാ ലീഗ് വിരുദ്ധ വിഭാഗമായി നിൽക്കുന്ന ആളുകൾ ഈ ചർച്ചയിലേക്ക് എത്തില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ നിലപാട് ഘടിപ്പിച്ചുകൊണ്ടാണ് സാദിഖ് തങ്ങളടക്കമുള്ളവർ പ്രതികരണം നടത്തിയത്. ഇത്തരത്തിലൊരു സമവായ ചർച്ച വിളിച്ച് നേതൃത്വം ആവശ്യപ്പെട്ട് അത്തരമൊരു ചർച്ച നടത്തിയിട്ട് അതിലേക്ക് എത്താതിരുന്നാൽ അത് കടുത്ത ധിക്കാരപരമായ നടപടിയാണ്, ഇല്ലെങ്കിൽ അതൊരു സംഘടന അച്ചടക്കലംഘനമാണ് എന്നുള്ള നിലപാടിലാണ് നേതൃത്വം സൂചിപ്പിച്ചിരുന്നത്. സാദിഖ് തങ്ങൾ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇന്ന് നടക്കുന്ന ചർച്ചയിലേക്ക് ഔദ്യോഗികമായി ഈ ലീഗ് വിരുദ്ധ വിഭാഗം എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് സമസ്ത നേതൃത്വത്തിന് ഈ വിഭാഗം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത നേതൃത്വം ഇന്നത്തെ ചർച്ചയിൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഇത്തരമൊരു ചർച്ചയിലേക്കില്ല. മാത്രമല്ല സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. ഈ സംഘടന രൂപീകരിച്ചത് യഥാർത്ഥത്തിൽ സമാന്തര പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ, MT അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ളവരുടെ നിലപാടുകളായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാവുക. അതിനോടൊപ്പം തന്നെ ലീഗ് അനുകൂലികൾ ഈ യോഗത്തിന് എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. അവർ അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ചേരിയില്ലാതെ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ ചേരിയില്ലാതെ ലീഗ് അനുകൂലികളെ മാത്രം ഇരുത്തി എങ്ങനെ ചർച്ച നടത്തുമെന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും സമവായ ചർച്ചയുടെ വിഷയത്തിൽ പോലും ഒരു സമവായം ഉണ്ടാക്കാൻ ഇതുവരെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് സാഹചര്യം. ഇല്ലെങ്കിൽ ഈ ചർച്ചയിലേക്ക് പോലും ഇരു വിഭാഗത്തെയും എത്തിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരവധി വിഷയങ്ങൾ ഈ സംഘടനയുടെ വിഭാഗീയതയുടെ പേരിൽ കത്തി നിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്ക് ഇനി നേതൃത്വം എങ്ങനെ പരിഹാരം കാണുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയം, CIC വാഫി ഒഫിയ കോളേജുകളുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഉമർ ഫൈസിയുടെയും PMS സലാമിൻ്റെയും വിവാദ പ്രസ്താവനകൾ, ഈ പ്രസ്താവനകളിലൊക്കെ തന്നെ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ സമസ്തക്കകത്ത് ഉടലെടുത്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംസ്ഥാന ഭാരവാഹികളടക്കം കീഴ്ഘടകങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളടക്കം പരസ്യപ്പോരിലേക്ക് പോയ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രശ്ന പരിഹാരത്തിനൊരു സമവായ ശ്രമം സമസ്ത നേതൃത്വം ഇതിനെ ഇടപെട്ട് ആരംഭിച്ചത്. MT അബ്ദുൽ മുസ്ലിയാറായിരുന്നു അതിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സമവായ നീക്കം അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ സമവായ ചർച്ചയിൽ പോലും അതിൻ്റെ ഫലം കാണുമോ എന്നുള്ളതാണ്. ഒരു പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് സമസ്ത ലീഗ് ഐക്യം അല്ലെങ്കിൽ സമസ്തയിലെ 2 വിഭാഗവും തമ്മിലുള്ള ഐക്യം സാധ്യമാകുമോ എന്നുള്ളത് കാത്തിരുന്നത് തന്നെ. കാരണം ഈ ചർച്ച നടക്കേണ്ട അവസാന നിമിഷങ്ങളിൽ പോലും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ പോർവിളി ഉയർത്തിക്കൊണ്ടാണ് 2 വിഭാഗവും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിലൊരു സമവായം ഉണ്ടാക്കുക, അത് അടിത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി ജിഫ്രി തങ്ങളടക്കമുള്ള MT അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ കൂടി അല്പസമയത്തിനകം ഈ യോഗ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. ശ്രുതി, അഷ്കർ, അതായത് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ലീഗ് വിരുദ്ധ വിഭാഗം ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും
പങ്കെടുക്കാൻ തയ്യാറായില്ല. ഈ ഒരു സമയം വരെയും അവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇതൊരു പ്രഹസനമാണ്, ഇതിലൊരു പങ്കെടുക്കാൻ താല്പര്യമില്ല. പക്ഷേ പറ്റുന്നൊരു കാര്യം, ഇങ്ങനെയൊരു ചർച്ചയെക്കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നൊരു നിലപാട് കൂടി അവർ പറയുന്നുണ്ടല്ലോ. ഇത് എന്താണ് ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ളത്? ഇതിൽ മുന്നോട്ടുള്ളൊരു സാധ്യത എന്താണുള്ളതാണ്? ഒപ്പം ഈ ലീഗ് അനുകൂലികൾ എന്തായാലും പങ്കെടുക്കുമെന്ന് തന്നെയല്ലേ അറിയിച്ചിരിക്കുന്നത്? അവർ എത്താറായിട്ടുണ്ടോ? ശ്രുതി, ലീഗ് വിരുദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സാദിഖലി തങ്ങളും ഇവർ പറയുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഇത്തരമൊരു നേതൃത്വം ആവശ്യപ്പെടുന്നു, ഒരു മീറ്റിംഗ് ആവശ്യപ്പെടുന്നു, അതിലേക്ക് ഇരു ചേരുകളെയും ക്ഷണിക്കുന്നു, എന്നിട്ട് ഒരു ചേരി അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് കടുത്ത സംഘടന അച്ചടക്ക ലംഘനമാണ്. അത് നേതൃത്വത്തോടുള്ള ധിക്കാരപരമായ നടപടിയാണ് എന്നാണ് സാദിഖലി തങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ അതേസമയം തന്നെ മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ ഒരു നേരത്തെ ഇതുപോലെ തന്നെ പല രീതിയിൽ സമവായ ചർച്ചകൾ നടത്തി, അനുരഞ്ജനകൾ ചർച്ച നടത്തി, ഇതേ സാദിഖലി ശിഹാബുദ്ദീനും അതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ അടക്കമുള്ള ആളുകൾ ചർച്ചകൾ നടത്തിയ പല തീരുമാനങ്ങളും എടുത്തു. പക്ഷേ ആ തീരുമാനങ്ങളുമൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായത്, ആ ഫോർമുലകളൊന്നും തന്നെ നടക്കാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നത് ഒരു പ്രഹസനമായി മാറുന്നു എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ രീതിയിലൊരു ചർച്ച നടക്കുമ്പോൾ അത്തരത്തിലൊരു സമവായ ചർച്ചയിലേക്ക് ഞങ്ങൾ എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. സമസ്ത നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷണിക്കാത്തൊരു ചർച്ചയിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകും എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് സമസ്ത സെക്രട്ടറി കൂടിയായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർക്ക് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ എന്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ഇല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ നിലപാടാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു കത്ത് സമസ്ത സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തായാലും നിലവിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ അവർക്കൊപ്പം നൽകുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേത് തന്നെയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂടി ചർച്ചയിൽ പങ്കെടുത്ത് ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനം അതെന്ത് തന്നെയാലും നിർണായകമായിരിക്കും. പക്ഷേ മറ്റൊന്ന് മുഷാവറ നടക്കാൻ പോവുകയാണ്. മുഷാവറയിലും ഈ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഷാവറ യോഗത്തിന് മുമ്പ് ഈ വിഭാഗീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരു പരിഹാരം കാണുക എന്നായിരുന്നു നേതൃത്വത്തിൻ്റെ മുമ്പിലുള്ള ഒരു ധാരണ. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. കാരണം ഇരു വിഭാഗത്തെ ഒരുമിച്ചിരുത്താൻ പോലും ഈ സമവായ ചർച്ചയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത്, മുഷാവറയ്ക്ക് ഇതിനോടൊപ്പം തന്നെ സുപ്രഭാത വിഷയവും അതുപോലെ തന്നെ CAC വഫിയ വിഷയങ്ങളും മറ്റ് വിവാദ പ്രസ്താവനകളൊക്കെ എത്തുമ്പോൾ മുഷാവറയ്ക്ക് മുമ്പിൽ അതൊരു വലിയ വെല്ലുവിളിയും തലവേദനയാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. വ്യക്തമാണ്. സമസ്തയിലെ സമവായ ചർച്ചയ്ക്കാണ് തുടക്കമാകുന്നത്. പക്ഷേ അവിടെ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.